അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഇങ്ങനെ ഒരു വീഡിയോയുമായിട്ട് വന്നത് നമ്മുടെ മാജിക്കൽ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം ഇത്തരത്തിലുള്ളൊരു വീഡിയോയുമായിട്ട് ഇന്ന് വന്നത് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന, കഴിഞ്ഞ ദിവസം ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി കേരളത്തിൽ നടത്തിയ പ്രഭാഷണത്തിന് ബഹുമാന്യനായ സമദാനി സാഹിബ് നടത്തിയ ഒരു വിവർത്തനം, അതിനെ സംബന്ധിച്ചാണ് ഇന്ന് ഏറെയും ചർച്ച നടക്കുന്നത്. ഏതാനും ചില സെൻറ്റൻസുകളുടെ വിവർത്തനം അത് പാളിപ്പോയി എന്നുള്ള തരത്തിൽ ബഹുമാന്യനായ സമദാനി സാഹിബിനെ ആക്ഷേപിക്കുന്ന തരത്തിലും മറ്റുമൊക്കെയുള്ള ധാരാളം ചർച്ചകളും അഭിപ്രായങ്ങളും ആളുകൾ പറയുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ പലരും കാട് കയറിയിട്ടൊക്കെ സംസാരിക്കുന്നതും ചർച്ച ചെയ്യുന്നതും ശ്രദ്ധയിൽപ്പെട്ടു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന്, സമദാനി സാഹിബ് എന്ന് പറയുന്നത് കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും ശ്രദ്ധേയനായ വലിയൊരു പ്രഭാഷകനും അതുപോലെ തന്നെ പരിഭാഷകനുമാണ്. അത് തന്നെ ധാരാളം പുസ്തകങ്ങൾക്ക് വിവർത്തനം ചെയ്തതുണ്ട്. അതിന് പുറമെ ധാരാളം ദേശീയ നേതാക്കളുടെ, മുൻകാല നേതാക്കളുടെ, ജീവിച്ചിരിക്കുന്നവരും അല്ലാത്തവരുമായ ധാരാളം ദേശീയ നേതാക്കളുടെ പ്രഭാഷണങ്ങൾക്ക് മലയാളത്തിൽ തത്സമയം മൊഴിമാറ്റം നടത്തിക്കൊണ്ട്, അതും കാവ്യാത്മകമായ രീതിയിലൊക്കെ മൊഴിമാറ്റം നടത്തിക്കൊണ്ട് വളരെയധികം ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ള, കഴിവ് തെളിയിച്ചിട്ടുള്ള, ഇരുത്തം വന്ന ഒരു ബഹുഭാഷാ പണ്ഡിതൻ കൂടിയാണ് സമദാനി സാഹിബ്. ശരിയാണ്, കഴിഞ്ഞ പ്രസംഗത്തിൽ ചില പരിഭാഷയൊക്കെ പാളിപ്പോയിട്ടുണ്ടാകാം. അത് ഒന്നുകിൽ അദ്ദേഹത്തിന് കേൾവിക്കുറവോ അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും തരത്തിലുള്ള ക്ഷീണമോ ബാധിച്ചത് കൊണ്ടാണ് എന്ന് ആ ഒരു വീഡിയോ കണ്ട ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ തന്നെയും അതിൻ്റെ പല ഭാഗത്തും വളരെ നന്നായി അദ്ദേഹം പരിഭാഷപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പോൾ പല ആളുകളും അദ്ദേഹത്തിന് പ്രായമായി എന്നതുകൊണ്ടായിരിക്കാം എന്ന് മനസ്സിലാക്കിയിട്ട് സ്വരം നന്നാകുമ്പോൾ പാട്ട് നിർത്തുകയല്ലേ ഉചിതം എന്നൊക്കെ ഉപദേശിക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടു. പക്ഷേ അതിൻ്റെ തൊട്ടു മുമ്പുള്ളൊരു ദിവസം ശ്രീ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം അദ്ദേഹം പരിഭാഷപ്പെടുത്തിയത് വളരെ മനോഹരമായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം അതിനർത്ഥം അദ്ദേഹത്തിൻ്റെ പ്രായക്കൂടുതലല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ. അപ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിന് അന്നത്തെ ദിവസത്തിൽ എന്തെങ്കിലും പ്രത്യേക കാരണത്താൽ ഉണ്ടായ വല്ല ക്ഷീണമോ മനുഷ്യ സഹജമായി സംഭവിച്ചേക്കാവുന്ന വലിയ പ്രയാസങ്ങളോ ക്ഷീണമോ മാനസികാവസ്ഥയോ കാരണം അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ മനസ്സിലാക്കാനോ കേൾക്കാനോ കൃത്യമായി വേർതിരിച്ചെടുക്കാനോ പറ്റാത്തത് കൊണ്ടായിരിക്കാം സംഭവിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം എന്തെന്ന് ചോദിച്ചാൽ, അദ്ദേഹം എല്ലാ ഭാഷകളിൽ നിന്നും വിവർത്തനം ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന് പട്ടിക്കാട് ജാമിയ നൂരിയയിലെ ഒരു സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രിയായിരുന്ന സൽമാൻ ഖുർഷിദ് ഒരിക്കൽ ഉറുദുവിൽ പ്രസംഗിച്ചു തുടങ്ങി. പരിഭാഷകൻ സമദാനി സാഹിബ് തന്നെ സദസ്സിൽ നിന്ന് അദ്ദേഹത്തോട്, പ്രഭാഷകനോട്, അതായത് കേന്ദ്രമന്ത്രി സൽമാൻ ഖുർഷിദ് എന്നവരോട് അഭ്യർത്ഥന വന്നു, നിങ്ങൾ ഇംഗ്ലീഷിൽ പ്രസംഗിക്കൂ എന്ന്. അദ്ദേഹം തൻ്റെ ഉറുദുവിലുള്ള പ്രസംഗം മാറ്റി ഇംഗ്ലീഷിലേക്ക് മാറ്റുന്നതിൻ്റെ തൊട്ടു മുമ്പായി പ്രസംഗത്തിൻ്റെ മധ്യത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ലാംഗ്വേജ് അത് മാറ്റുകയാണ്. ആ മാറ്റുന്നതിൻ്റെ തൊട്ടു മുമ്പ് അദ്ദേഹം പരിഭാഷകനോട്, ഉറുദുവിലായിരുന്നു എൻ്റെ പ്രസംഗം സമദാനി പരിഭാഷപ്പെടുത്തിയിരുന്നത്, ഇനി അദ്ദേഹത്തിന് ഇംഗ്ലീഷ് എങ്ങാനും അറിയില്ലായിരിക്കുമോ എന്ന് ഇംഗ്ലീഷിൽ പരിഭാഷപ്പെടുത്താൻ അദ്ദേഹം വളരെ സന്നദ്ധനാണോ എന്നത് അറിയാൻ വേണ്ടി അദ്ദേഹം പരസ്യമായിട്ട് തന്നെ ഇംഗ്ലീഷിൽ പറഞ്ഞോട്ടെ, താങ്കൾ പരിഭാഷപ്പെടുത്തുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ എന്ന അർത്ഥത്തിലുള്ള ഒരു ആശയവിനിമയം പരസ്യമായി തന്നെ നടത്തുന്നു. അദ്ദേഹം സമദാനി സാഹിബ് വളരെ ലളിതമായി തന്നെ നിങ്ങൾ ഇംഗ്ലീഷിൽ തുടർന്നോളൂ, പരിഭാഷപ്പെടുത്താമെന്ന് പറയുന്നു. അങ്ങനെ ഒരു പ്രസംഗം, ഉറുദുവിൽ തുടങ്ങിയ പ്രസംഗത്തിൻ്റെ മധ്യത്തിൽ അതിൻ്റെ ഭാഷ ഇംഗ്ലീഷിലേക്ക് മാറ്റിയപ്പോൾ അത് ഇംഗ്ലീഷിൽ നിന്നും വളരെ മനോഹരമായി ലളിതമായി പരിഭാഷപ്പെടുത്തിയിട്ടുള്ള ആളാണ് അദ്ദേഹം. അപ്രകാരം തന്നെ ഒരിക്കൽ നമ്മുടെ കോഴിക്കോട് കടപ്പുറത്ത് വലിയൊരു ജനസാഗരത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നിയമജ്ഞന്മാരിൽ ഒരാളായിട്ടുള്ള, മുൻ നിയമമന്ത്രി കൂടിയായിട്ടുള്ള, മറ്റു കേന്ദ്ര മന്ത്രിസഭയിലെ പല വകുപ്പുകളും കൈകാര്യം ചെയ്തിട്ടുള്ള ശ്രീ കപിൽ സിബൽ, അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗവും ഇംഗ്ലീഷിലേക്കും ഹിന്ദിയിലേക്കുമൊക്കെ മാറി പോകുമ്പോഴും പരിഭാഷ വളരെ സുഗമമായി തന്നെ സമദാനി സാഹിബ് നടത്തിയിരുന്നു. ഇംഗ്ലീഷിൽ നിന്നാണെങ്കിലും ഹിന്ദിയിൽ നിന്നാണെങ്കിലും വളരെ
കാവ്യാത്മകമായി, അന്ന് അതിനെ സംബന്ധിച്ച് പല പത്രപ്രവർത്തകരും മാധ്യമപ്രവർത്തകയുമൊക്കെ സൂചിപ്പിച്ചത് കാവ്യാത്മകമായ പരിഭാഷയായിരുന്നു സമദാനി സാഹിബിൻ്റേത് എന്നായിരുന്നു. അപ്പം അദ്ദേഹം വളരെയധികം ഇരുത്തം വന്ന കഴിവ് തെളിയിച്ചിട്ടുള്ള വളരെയധികം പോപ്പുലറായിട്ടുള്ള ഒരു പരിഭാഷകൻ കൂടിയാണ് എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് അദ്ദേഹത്തെ വലിയ രീതിയിൽ ആക്ഷേപിക്കുന്നതിൽ അർത്ഥമില്ല. അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തെ സംബന്ധിച്ച്, അദ്ദേഹത്തിൻ്റെ ബഹുഭാഷാ മികവിനെ സംബന്ധിച്ച് അറിവില്ലാത്തവരായിരിക്കും, അജ്ഞരായിരിക്കും അദ്ദേഹത്തെ കളിയാക്കാനും ട്രോളാനും ഒക്കെ ശ്രമിക്കുന്നത്. പരിഭാഷപ്പെടുത്തുക എന്നുള്ളത്, അതും തത്സമയം ലൈവായിട്ട് പരിഭാഷപ്പെടുത്തുക എന്നുള്ളത് അത്ര ലളിതമായ കാര്യമല്ല. അത് സമദാനി സാഹിബിനെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി തന്നെ സർട്ടിഫൈ ചെയ്ത മറ്റൊരു പ്രസംഗത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം വളരെ നല്ല പ്രഭാഷകനാണ് എന്ന്. മാത്രവുമല്ല, രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം സമദാനി സാഹിബ് കേവലം തൻ്റെ ഒരു പ്രസംഗത്തെ മൊഴിമാറ്റം നടത്തുന്ന ഒരു പരിഭാഷകൻ മാത്രമല്ല. പലപ്പോഴും രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൻ്റെ ഹാളിലും മറ്റുമൊക്കെ ഒഴിവ് വേളകളിൽ സമദാനി സാഹിബുമായി ദീർഘനേരം സംസാരിക്കാറുണ്ട് രാഷ്ട്രീയേതരമായ വിഷയങ്ങളിൽ എന്ന് അന്ന് തന്നെ മാധ്യമങ്ങളിൽ വന്നതാണ്. ഒരു പ്രസംഗത്തിൽ ശ്രീ രാഹുൽ ഗാന്ധി തന്നെ അത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ ഈ സുഹൃത്തുമായി ഞാൻ രാഷ്ട്രീയേതരമായ വിഷയങ്ങളിൽ പലപ്പോഴും ദീർഘമായി സംസാരിക്കാറുണ്ട്. തത്വശാസ്ത്രവും അതുപോലെ തന്നെ മറ്റു ഗഹനമായ വിഷയങ്ങളിലുമൊക്കെ അവർ തമ്മിൽ വളരെയധികം ക്ലോസ് ആയി ചർച്ച ചെയ്യുകയും ആശയം അങ്ങുമിങ്ങും കൈമാറുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള വലിയൊരു ബഹുഭാഷാ പണ്ഡിതനും വാഗ്മിയും പണ്ഡിതനുമാണ് അദ്ദേഹം. എന്നതിനാൽ അദ്ദേഹത്തെ ട്രോളുന്നത് ഉചിതമല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ വലിയ ക്രിക്കറ്റിലൊക്കെ നമുക്ക് ഇപ്പോൾ ഇന്ത്യ വലിയ വിജയം നേടി കിരീടം ചൂടി നിൽക്കുന്ന സമയമാണല്ലോ. ക്രിക്കറ്റിലൊക്കെ വലിയ താരങ്ങൾ, സച്ചിൻ ടെണ്ടുൽക്കറെ പോലെ, അല്ലെങ്കിൽ പഴയ കാലത്ത് ജോണ്ടി റോഡ്സിനെ പോലെ ഫീൽഡിങ്ങിലൊക്കെ, അവരൊക്കെ ഇപ്പോൾ ജോണ്ടി റോഡ്സൊക്കെ ഇപ്പോൾ ഒരു ക്യാച്ച് കൈവിട്ടു എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം ഇന്നേ വരെ ചെയ്ത എല്ലാ മഹത്വങ്ങളും സേവനങ്ങളും ആരും മറന്നു പോകാറില്ല. അതുപോലെ സച്ചിൻ ടെണ്ടുൽക്കർ ഏതെങ്കിലും ഒരു വളരെ നിസ്സാരമായൊരു പന്തിൽ ഔട്ടായി എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹത്തെ ആരും ആക്ഷേപിക്കാറില്ല. എന്ന പോലെ തന്നെ മനുഷ്യ സഹജമായി ഏതോ കാരണവശാൽ അദ്ദേഹത്തിനും ചില വീഴ്ചകളോ മറ്റോ സംഭവിച്ചിട്ടുണ്ടായേക്കാം, മനുഷ്യ സഹജമാണ് എന്ന് വിചാരിച്ച് അദ്ദേഹത്തെ വളരെയധികം പരിഹസിക്കുകയോ ട്രോളുകയോ ഒക്കെ ചെയ്യുക എന്നുള്ളത് അത് ഉചിതമല്ല. അദ്ദേഹം വളരെ അതിനും മേലെ കഴിവുള്ള വലിയൊരു വാഗ്മിയും ബഹുഭാഷാ പണ്ഡിതനും ഇരുത്തം വന്ന പ്രഭാഷകനും പരിഭാഷകനും ഒക്കെയാണ് എന്നുള്ളത് വളരെയധികം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത്രമാത്രമാണ് ഇത് സംബന്ധമായി പറയുവാനുള്ളത്.